ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവിൻ്റെ 20ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഷീഷോങ്ങിൻ്റെ അമ്മ മരിച്ചതിൻ്റെ ചടങ്ങുകളെല്ലാം നടക്കുന്നതാണ്. അവിടെ അവൻ്റെ കൂടെയായിട്ട് ജിയാങ്ങും ചെങ്ങിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയം ചെങ്ങും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഷീഷോങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. പകരം അവർ ഫോട്ടോയിലൊക്കെ നോക്കിയിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവനങ്ങ് പോവുകയാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് വാങ്ങും അവൻ്റെ ചേട്ടനും വരുന്നത്. വാങ് അകത്തേക്ക് കയറുന്നില്ല. എന്നാൽ ചേട്ടനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. അതേട്ട് അവന് വാങ്ങാണെങ്കിൽ പുറത്ത് എന്തോ ഒരു സംഭവം കണ്ടിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. ആ സമയം തന്നെയാണ് ചേട്ടനും പുറത്തേക്ക് വരുന്നത്. നോക്കുമ്പോഴത്തേക്കും അതെന്താ സംഭവം എന്ന് പറയുമ്പോൾ വരുന്ന ആൾക്കാരായിട്ടും ഈ റീത്ത് പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാറില്ലേ, അതിൽ ചെങ്ങും കൊണ്ടുവച്ച ഒന്ന് പുറത്തിരിപ്പുണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ മകൻ ചെങ്ങ് വച്ചേക്കുന്നതാണെന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് വാങ്ങിന് ഒരുമാതിരി ആവുന്നുണ്ട്. അതായത് ചെങ്ങ് ശരിക്കും ഷീഷോങ്ങിൻ്റെ അമ്മേനെ സ്വന്തം അമ്മയാക്കി കഴിഞ്ഞു. അവന് ഷീഷോങ്ങിനെ മതി, തന്നെ ഇനി വേണ്ടാന്നുള്ളൊരു സംഭവമൊക്കെ ഇവൻ്റെ മുഖം മാറുന്നത് ഇവൻ്റെ ചേട്ടനും മനസ്സിലാവുന്നുണ്ട്. വന്നതൊരു ടാക്സിയിലായിരുന്നു. ചേട്ടൻ ഉടനെ തന്നെ അവനെ അധികം കയറ്റിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് കൊണ്ടുപോവാണ്. കാരണം വാങ് കരയുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഷീഷോങ് അവൻ്റെ അമ്മയുടെ ഫോട്ടോയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതാണ്. അവനങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് അവൻ അമ്മേനെ കാണാൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ഓടിച്ചെന്ന് ഇവന് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവനിങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അമ്മയുടെ ഫോട്ടോ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അതിങ്ങനെ നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെങ്ങ് അങ്ങോട്ടേക്ക് വരുന്നത്. ചെങ്ങിനെ കാണുമ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? വാങ് തിരിച്ചു പോകാണെന്ന് അറിഞ്ഞില്ലേ, നീ എന്താ അവൻ്റെ പുറകെ പോവാത്തത്? പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ അത് പിന്നെ നീ വിഷമിക്കുന്ന കാണാതെ ഞാൻ എങ്ങനെ പോകുന്ന, നീ വിഷമിക്കുന്ന കണ്ടാലേ എനിക്കിത്തിരി സമാധാനം ആവത്തുള്ളൂ, അതുകൊണ്ട് നീ നന്നായിട്ടും കരയി, എനിക്കത് കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് ശരിക്കും കരയാനായിട്ട് തുടങ്ങാണ്. അവനാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, നന്നായിട്ട് കരയുന്നുണ്ട്. ചെങ്ങിനാണെങ്കിൽ സങ്കടം വരുന്നുണ്ട്. എന്നാൽ പുറത്ത് കാണിക്കാതെ ആ കരയി, നീ കരയുന്ന കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസമാവുന്നത്, നീ എന്നെ അത്രയ്ക്ക് പറ്റിച്ചു, അതിന് നീ അനുഭവിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഷീഷോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യാണ്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചെങ്ങിന് എന്തോ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ചെങ്ങ് കരയരുതെന്ന് പറഞ്ഞിട്ട് ഇവനെ ചെന്ന് ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ അവ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ കുഴപ്പമില്ല കരയണ്ടെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങ് ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഷീഷു അങ്ങ് അയ്യോ പോവല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ ഞാൻ തിരിച്ചു പോവല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ഷീഷു അങ്ങ് വേണ്ട പോവണ്ടെന്ന് പറഞ്ഞിട്ട് അവന് വീണ്ടും ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഷീഷു അങ്ങ് പറയുന്നുണ്ട്, ഇനി എന്നെ ഇട്ട് പോകരുതെന്ന്. ചെങ്ങാ സമയം ഇല്ലല്ല, ഇനി ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല, ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്നോട്ട് ചെങ്ങാണെങ്കിൽ ഷീഷു ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലിംഗ് എല്ലാം മാറ്റി കൊടുക്കാനായിട്ട് എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവനെ നോക്കും. പിന്നെ അതുപോലെ തന്നെ അവന് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ പറിച്ചു കൊടുക്കും. അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷീഷോങ്ങാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കുറിച്ച് ആലോചിച്ച് കരയും. അപ്പോഴെല്ലാം തന്നെ ചെങ്ങാനെ സമാധാനിപ്പിക്കും. അതുപോലെ തന്നെ ഷീഷോങ്ങിനെ അവരുടേതായിട്ടുള്ള ആ ഒരു പാഠം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഗിറ്റാറിൽ പാട്ടൊക്കെ പാടിക്കൊടുക്കും. പിന്നെ അവനെയും കൊണ്ട് ഒരു ദിവസം ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോൾ അവിടെ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഷീഷോങ് കണ്ടിട്ട് അവൻ വിഷമിക്കൂ എന്നുള്ള സിറ്റുവേഷൻ ആവുന്നതും പെട്ടെന്ന് അവിടെ കടയിലിരുന്ന് ഏതോ ഒരു മുട്ടായി പൊട്ടിച്ച് ഷീഷോങ്ങിൻ്റെ ബാക്കകത്ത് ചുടുന്നിട്ട് അവനെയും കൊണ്ട് പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് ഒരു ദിവസം നൈറ്റ് ടൈം ചെങ്ങാണെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ തന്നെ സ്റ്റാഫായിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് എന്തോ ഒരു പേപ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ അതൊക്കെ സൈൻ ചെയ്തിട്ട് ആ പയ്യനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ചെങ്ങൻ വീട്ടിലേക്ക് പോവാണ്. അടുത്ത് കാണിക്കുന്നത് ജിയാങ്ങിനെയും ചെങ്ങുവിനെയാണ്. രണ്ടുപേരും ഇപ്പോൾ ചെങ്ങുവിൻ്റെ വീട്ടിൽ നിന്നിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയം ജിയാങ് പറയുന്നുണ്ട്, യുവിനാണെങ്കിൽ കുറച്ച് ദിവസം കാണക്കില്ല, ഒരു വിവരവും ഇല്ലാന്ന്. ചെങ്ങിയപ്പോൾ അത് ഒപ്പിച്ചത് ഞാനാ, അത് ഞാൻ ചെയ്ത പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. ജിയാങ് ഇപ്പോൾ നീ എന്ത് പരിപാടി ഒപ്പിച്ചാൽ ചുമ്മാ കള്ളം പറയല്ലേ എന്ന് പറയുമ്പോൾ ചെങ്ങു സീരിയസ് ആയിട്ടും ഞാൻ ചെയ്ത പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ ചെങ്ങാണെങ്കിൽ ഷീഷോങ് യുയും തമ്മിൽ റിലേഷൻ്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ, അതിൻ്റെ പുറകിലും നീ അല്ല പണി ഒപ്പിച്ചു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെങ്ങു അത് ഞാൻ തന്നെ ചെയ്തതാ, അങ്ങനെ ചെയ്താലേ കാര്യങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ, ഒത്തിരി വൈകിട്ടാണ് സത്യങ്ങൾ അറിയുന്നതെങ്കിൽ കാര്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പം എന്തായാലും എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞല്ലോ, കുറച്ച് ദിവസം രണ്ടും തമ്മിൽ അടിയുണ്ടായിരുന്നു, ഇപ്പം എല്ലാം വീണ്ടും ഓക്കെ, അത്രയേ ഉള്ളൂ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, എല്ലാം ഓക്കെ ആയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചെങ്ങുവാണെങ്കിൽ അവൻ ഉണ്ടാക്കിയ കേക്ക് ജിയാങ്ങിന് കഴിക്കാനേ കൊടുക്കുന്നുണ്ട്. ജിയാങ് കഴിച്ചിട്ട് പറയുന്നുണ്ട്, നീ എങ്ങാനും ഒരു ബേക്കറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടി നശിക്കുമെന്ന്. ആ സമയം ചെങ്ങു പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒരു ബേക്കറി തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെയുള്ള പാമ്പുകളെയൊക്കെ വിൽക്കുന്നതാണ് നല്ലത്, കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ ജിയാങ് ആണെങ്കിൽ ആ ചെക്കൻ ഭയങ്കര വലിയ ചെക്കനാണെന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ചെങ്ങാണെങ്കിൽ ഷീഷോങ്ങിനെയും കൊണ്ട് ഒരു ട്രിപ്പിനൊക്കെ പോകുന്നതാണ്. രണ്ടുപേരും കാറിൽ എങ്ങോട്ടേക്കോ അടിച്ചു വിളിച്ച് പോകുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ വണ്ടിയിൽ ഒരിടത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ സമയം ഷീഷോങ്ങിൻ്റെ അടുത്ത് ചെങ്ങ് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇത്ര ദിവസം അടിയായിട്ട് കാണാതിരുന്നില്ലേ, ആ സമയത്ത് നീ എന്നെ മിസ് ചെയ്തോന്ന്. ആ സമയം ഷീഷോങ് ഇല്ലയെന്ന് പറയുമ്പോൾ ചെങ്ങിനാണെങ്കിൽ ചെറിയൊരു സങ്കടം വരുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ എന്ത് പറ്റി നോക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ ഒന്നുമില്ല, നിനക്കാണെങ്കിൽ സത്യം തുറന്നു പറയാൻ ഭയങ്കര മടിയാണല്ലേ, അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്നെ മിസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നീയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു എന്നുള്ള കാര്യം നീ എൻ്റെ അടുത്ത് മറച്ചു വെച്ചു,
അക്കാര്യത്തിൻ്റെ കണക്കും ഞാൻ ഇതിലൂടെ തീർത്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങാ സമയം ഇനി തൊട്ട് നമ്മളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പം തന്നെ സോൾവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞ് ഡീലൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് യാങ് നൈറ്റ് ടൈം അവൻ്റെ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്. ഇവന് ഇരുട്ടത്തിരിക്കാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ആൾക്കാരെ കോൾ ചെയ്തിട്ട് ഇതുപോലെ കറണ്ട് പോയിട്ടുണ്ട്, നിങ്ങളൊന്ന് ശരിയാക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ഫുൾ ബിൽഡിങ്ങും പോയിട്ടുണ്ട്. അത് പിറ്റേ ദിവസം വന്നിട്ട് മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഉടനെ ചെങ്ങുവിനെ കോൾ ചെയ്യുന്നുണ്ട്. ചെങ്ങു ഇത് കേൾക്കുമ്പോൾ തന്നെ അതിനൊന്ന് പിക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി ആ ചെങ്ങുവിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നതാണ്. രണ്ടുപേരും ബെഡിൽ കിടക്കുമ്പോൾ രണ്ടുപേരുടെ ഇടയിലുമായിട്ട് ഒരു മതിലൊക്കെ പണിതിട്ടുണ്ട്. ചെങ്ങുവിനാണെങ്കിൽ അതും കടത്തി വിട്ട് ജിയാങ്ങിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. എന്നാൽ ജിയാങ്ങാണെങ്കിൽ ഇവ എടുക്കുന്ന അടവുകൾക്കൊന്നും നിന്നും എടുക്കുന്നില്ല. മര്യാദയ്ക്ക് നീങ്ങി കിടന്നോളാനായിട്ട് പറയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജിയാങ്ങിന് തന്നെ ഇവൻ്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചെങ്ങു ഉറങ്ങി എഴുതിയിട്ട് ഇവൻ ചെങ്ങുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ചെങ്ങുവിൻ്റെ പിടിച്ച് ഇവനെ ക്ലോസ് ആയിട്ടങ്ങ് വയ്ക്കുകയാണ്. ജിയാങ് ഒരു സെക്കൻഡ് പേടിച്ചു പോകുന്നുണ്ട്. എന്നാൽ ചെങ്ങു ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നെറ്റിനൊരു കിസ് കൊടുത്തിട്ട് ഞാനാണെങ്കിൽ അങ്ങനെ നിൻ്റെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യത്തില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ചെങ്ങുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ചെങ്ങ് സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പൊടിയൊക്കെ ഇവിടെ വിഴാതിരിക്കാനായിട്ട് സ്മോക്ക് ചെയ്യുന്ന ടൈമിന് യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ജിയാങ്ങിന് ഇവിടെ ഇങ്ങനെ പൊടിയുന്നാവുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതിനകത്ത് നീയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇത് അതേസമയം ചെങ്ങ് ഉപയോഗിക്കുന്നത് ഭയങ്കര വില കുറഞ്ഞ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സിഗരറ്റ് ആയിരുന്നു. അവരതങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെങ്ങുവാണെങ്കിൽ ഇതെന്ത് പറ്റി ഇത് ഉപയോഗിക്കുന്നത്, നീ അത്രയ്ക്ക് പാവപ്പെട്ടവനായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഷീഷോങ് എനിക്ക് ആകെ 1 മാസം ഉപയോഗിക്കാനായിട്ട് കുറച്ച് പൈസ തരത്തുള്ളൂ, അത് വെച്ചിട്ട് എനിക്ക് ലൈറ്റർ വാങ്ങാൻ പോലും പറ്റൂലെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങുവാണെങ്കിൽ നിനക്ക് നിൻ്റെ പൈസയ്ക്ക് അങ്ങ് വാങ്ങിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ട, അവ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാണാനായിട്ട് രസമുണ്ടെന്ന് പറയാണ്. ചെങ്ങുണ്ണെ ഇതും പറഞ്ഞ് ഇവനായിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങാണ്. ആ സമയം ചെങ്ങ് ഇന്നലെ രാത്രി ജിയാങ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഇതിനായിട്ടൊന്നും നടന്നില്ലല്ലോ, കഷ്ടം തന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ തിരിച്ച് കളിയാക്കുന്നുണ്ട്. ആ സമയം നമ്മൾ തമ്മിലൊന്നും നടന്നില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും, നീ അതൊന്നും നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് നടന്നിറങ്ങി പോകാനായിട്ട് അവനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു, നിന്നെ ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് എനിക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങു അപ്പോൾ ആ ചില സമയം നന്നായിട്ട് ഇങ്ങനെ അറിയാന്നുള്ളത് ഒരു പാരയാണെന്ന് പറഞ്ഞിട്ട് ഇവന് ഉപയോഗിക്കാനായിട്ട് ഒരു 50,000 രൂപയാണെങ്കിൽ ചെങ്ങു അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് ആണെങ്കിൽ ഷീഷുവും പിന്നെ ചെങ്ങും കൂടെ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റാൾക്കാരൊക്കെ ആയിട്ട് ഒരു പാർട്ടി പോലെ നടക്കുമായിരുന്നു. കാരണം അവിടെ ബിസിനസ് ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഷീഷുവും ചെങ്ങിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ചെങ്ങാണെങ്കിൽ വന്ന് നീ ഭയങ്കര റിച്ച് ആവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഷീഷുവും പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നല്ല റിച്ച് ആവട്ടെ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഹോട്ട് പോട്ട് ഉള്ള കടയിൽ നിന്ന് ഞാൻ നിനക്കത് കഴിക്കാനായിട്ട് വാങ്ങിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ ഇതുവരെയായിട്ട് ചെങ്ങുവിന് അത് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഷീഷുവും അപ്പോൾ ഫുഡിൻ്റെ ആരായിരിക്കും പറയുന്നത് എന്ന് കരുതിയിട്ട് അവനും റിച്ചല്ലേ, അവന് വാങ്ങിച്ചാൽ പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങിന് പതുക്കെ ചെങ്ങാണെങ്കിൽ താഴോട്ട് നോക്കുന്ന രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ്ങിന് കാര്യം മനസ്സിലായത് ഇതിലായിട്ട് ചെങ്ങും പിന്നെ ജിയാങ്ങും കൂടെ ആയിട്ട് ഇൻറ്റിമേറ്റ് ആയില്ല, അവരെങ്ങനെയെങ്കിലും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഷീഷോങ് നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ നമുക്കൊരു അഭിനയം നടത്താം, അത് വർക്കൗട്ട് ആവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജിയാങ്ങിനെ കാണാനായിട്ട് ഷീഷോങ് ക്ലിനിക്കിലേക്ക് ചെല്ലാണ്. കണ്ണിൽ ഐ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചിട്ട് കരയുന്ന പോലെയാണ് കയറി പോകുന്നത്. എന്നിട്ട് ഷീഷോങ് ആണെങ്കിൽ ചെങ്ങിനിപ്പോൾ എന്നെ പഴയതുപോലെ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല, അവനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കാണുന്നത് ഭയങ്കര അഭിനയം, എന്നാൽ അത് ഏൽക്കുന്നില്ല. ജിയാങ് ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ അത് അങ്ങനെയൊക്കെ തന്നെയാണ്, വിഷമിക്കേണ്ട, അത് ഇടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാ എന്ന് വെച്ചിട്ട് അവൻ്റെ അടുത്ത് സ്നേഹമില്ലെന്ന് നീ വിചാരിക്കണമെന്നൊക്കെ എഴുതിയിട്ട് മൈൻഡില്ലാതെ നിൽക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് അടുത്ത അടവെടുക്കാണ്. അവൻ്റെ കൈ മുറിഞ്ഞതുപോലെ ഒരു അടയാളമൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ജിയാങ്ങിനെ കാണത്തക്ക രീതിയിൽ അവനിങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ജിയാങ് അത് പെട്ടെന്ന് കണ്ടിട്ട് എന്തു പറ്റി, അവൻ നിന്നെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ് ആണെങ്കിൽ അത് പിന്നെ അറിയാതെ ഉറക്കത്തിൽ ഞാനാണെങ്കിൽ അവനൊന്ന് ചവിട്ടി, അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടതാണ് മോശമാണെന്ന് പറഞ്ഞിട്ട് അവനെന്നെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിയാങ്ങിന് ശരിക്കും ദേഷ്യം വന്നിട്ട് അവൻ ചെങ്ങിനെ 4-5 ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് നീ ഇന്നോട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ മതി, നീയാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയി കൂടെ താമസിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമെല്ലാം ഷീഷോങ് ജിയാങ്ങിൻ്റെ കൂടെയായിരുന്നു നിന്നത്. ജിയാങ്ങിനെ ആണെങ്കിൽ ചെങ്ങിയുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും ഇവ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മേ ബി പ്ലാൻ പൊളിയുമെന്ന് കരുതിയിട്ടായിരിക്കും ജിയാങ് എപ്പോൾ ചെങ്ങിയുമായിട്ട് സംസാരിക്കാനായിട്ട് ഫോൺ എടുത്താലും ഇവനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അടവുകൾ ഇറക്കി ഫോൺ മാറ്റിപ്പിക്കും, അല്ലെങ്കിൽ ഫോൺ ഇവൻ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും. ഒരു ദിവസം നൈറ്റ് ഇതുപോലെ ജിയാങ് ആണെങ്കിൽ ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ ഉറങ്ങിയോന്നിങ്ങനെ ഉറപ്പിച്ചിട്ട് ഷീഷോങ് ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ ബാട്ടപ്പിൽ കുളിക്കാൻ കണക്കിന് കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിനെ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ ഒരു ദിവസം കൂടെ സമയം തരും, എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചിട്ട് രണ്ടിനെയും കൂടെ മര്യാദയ്ക്ക് ഇൻറ്റിമേറ്റ് ആക്കിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് ജിയാങ്ങിനെ അവരെ ഡ്രഗ്സും കൊടുത്ത് ബോധം കെടുത്തിയിട്ട് നേരെ ചെങ്ങുവിൻ്റെ ബെഡിലേക്ക് കൊണ്ടിടുമെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ നീ ഒന്ന് അടങ്ങ്, എനിക്ക് 2-3 ദിവസം കൂടെ ടൈം താ, എൻ്റെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവുമെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ജിയാങ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് ബാത്റൂം യൂസ് ചെയ്യണം, നീയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാനായിട്ട്
പറയുന്നുണ്ട്. ഷീഷോങ് കണ്ടേ കോൾ കട്ട് ചെയ്തിട്ട് അവനാണെങ്കിൽ മരിക്കാനായിട്ട് വെള്ളത്തിൽ മുങ്ങുന്ന പോലെ ആ ബാട്ടബിൽ മുങ്ങിക്കിടക്കുവാണ്. പെട്ടെന്ന് തന്നെ ജിയാങ് ഓടി കയറി വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചെങ്ങിന് ഇനി എന്നെ വേണ്ട, അവൻ എന്നെ കുറേ കുറ്റം പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കിടന്ന് ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ചെങ്ങിനെയാണെങ്കിൽ ഓഫീസിലേക്ക് ജിയാങ് കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഷീഷോങ് ആണെങ്കിൽ മരിക്കാനായിട്ട് ശ്രമിച്ചു, അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ജിയാങ് ആണെങ്കിൽ ഇവനടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ആണെന്ന് അറിയുന്നുള്ളതുകൊണ്ട് തന്നെ ചെങ്ങാണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വന്നിട്ട് നിന്നെ കാണാൻ അടിപൊളിയാണ്, പിന്നെ നീ ഇതുവരെയായിട്ട് ആരുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് ചെങ്ങുമായിട്ടും ഇൻറ്റിമേറ്റ് ആയിട്ടില്ല. എനിക്ക് പണ്ടോട്ടെ ചെങ്ങു ഏത് പയ്യനെ സ്നേഹിച്ചാലും അവനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പിന്നെ നീ ശരിക്കും അടിപൊളി ആയതുകൊണ്ട് തന്നെ നിന്നെ കിട്ടിയാലും കൊള്ളാമെന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയും ഇവന് നല്ല പേടിയാവുന്നുണ്ട്. എന്ന് ഇവനത് പുറത്ത് കാണിക്കാതെ നീയാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വാ, ഷീഷോങ് അവിടെയുണ്ട്, വന്നിട്ട് സംസാരിച്ച് സോറി പറയാൻ പറഞ്ഞിട്ട് ഇവനെയും കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഷീഷോങ്ങും ഇവനും കൂടെ ആയിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്. അതായത് ജിയാങ്ങിന് മുന്നിൽ വെച്ചിട്ട് ചെങ്ങ് ഷീഷോങ്ങിനെ അടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷീഷോങ് ആണെങ്കിൽ ഇവനെന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്. ആ സമയം തന്നെ ഇതുപോലെ ജിയാങ് നല്ല പയ്യനാണ്, ഷീഷോങ് മോശക്കാരനാണ്, ജിയാങ് ഇതിനായിട്ട് ആരുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടില്ല, എന്നാൽ ഷീഷോങ് അതുപോലെയല്ല, എനിക്കിനി അവനെ വേണ്ട എന്നുള്ള രീതിയിലെല്ലാം ചെങ്ങ് സംസാരിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് ആണെങ്കിൽ നിനക്ക് അത്രയും ഡയലോഗ് അടിയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ചെങ്ങുമായിട്ട് ഇൻറ്റിമേറ്റ് ആവും, എങ്കിൽ പിന്നെ അതിനുശേഷം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ് ഓടി ചെന്നിട്ട് അയ്യോ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇവൻ പറയുന്ന കേട്ടിട്ട് നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ നീ അവനെ വിട്ടേക്ക്, അവനാണെങ്കിൽ അങ്ങനെ പോയി ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ജിയാക്ക സമയം ഓഹോ അങ്ങനെയാണല്ലേ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ട്. ഇവൻ പോയി കഴിഞ്ഞതും ഷീഷോങ് ആണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പ്ലാൻ സക്സസ് ആയി, ഇനി എന്തായാലും അവൻ നേരെ ചെങ്ങിൻ്റെ അടുത്തേക്ക് പോയിട്ട് രണ്ടും കൂടി ഇൻറ്റിമേറ്റ് ആയിക്കോളും എന്നൊക്കെ പറയാണ്. ആ സമയം ചെങ്ങ് ചോദിക്കുന്നുണ്ട് എങ്ങാനും ഇത് നിൻ്റെ അടവാണെന്ന് അവൻ ഇറങ്ങി കഴിഞ്ഞാൽ നിന്നോട് ദേഷ്യപ്പെടുത്തില്ലേന്ന്. ആ സമയം ഷീഷോങ് അവൻ അറിയാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നതിനെ കറക്റ്റ് ജിയാങ് ഡോർ ഓപ്പൺ ആക്കാണ്. ജിയാങ് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇവർ സംസാരിക്കുന്ന കേൾക്കുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ജിയാങ് ഇപ്പോൾ ദേഷ്യത്തിൽ എന്നെ പറ്റിച്ചപ്പോൾ സമാധാനമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോറും ക്ലോസ് ചെയ്തിട്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. ഷീഷോങ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാതെ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് ഇവൻ ചെങ്ങുവിനെ കോൾ ചെയ്യാണ്. എന്നിട്ട് അങ്ങോട്ട് കരഞ്ഞ് അഭിനയിക്കും പോലെ പറയുന്നുണ്ട് ചെങ്ങു ഇതുപോലെ നിന്നെ അവനെ കൂടി ഇൻറ്റിമേറ്റ് ആക്കാനുണ്ടെങ്കിൽ ഞങ്ങളൊരു നാടകം കളിച്ചു എന്ന കാര്യം ഇപ്പോൾ വഷളായെന്നാണ് തോന്നുന്നതെന്നൊക്കെ. എന്നാൽ ഇവൻ പറയുന്ന മൊത്തം ചെങ്ങു കേൾക്കാൻ നിൽക്കുന്നില്ല, ചെങ്ങും കോൾ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ ശരിക്കും എന്തിനാണെന്ന് അറിഞ്ഞൂടാതെ പെട്ടെന്ന് നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടുതരുന്നതിന് ബൈ.